كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്നുള്ളത് കടലിലെ തിരമാലകളെ പോലെ നിലയ്ക്കാതെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയുടെ ചരിത്രം കുട്ടികളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ പ്രിയതമ തന്നോട് ആവശ്യപ്പെട്ട സന്ദർഭം ഒരു കുല മുന്തിരിയോ അതല്ലെങ്കിൽ അല്പം ഈത്തപ്പഴമോ എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം ഒന്ന് സഫലീകരിച്ചു തരുമോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കാതെ തുടരുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്, ഒരാഗ്രഹത്തെ ഇന്ന് നിറവേറ്റിക്കൊടുത്താൽ അത് പൂർത്തീകരിക്കുന്ന മുറപ്രകാരം അടുത്ത ആഗ്രഹങ്ങൾക്ക് മനസ്സിൽ മുട്ടിടുന്നതാണ്. അതുകൊണ്ട് എന്നും ഒരാഗ്രഹം അവിടെ നടക്കാതിരിക്കണം എന്നുള്ളതാണ് ആ ചരിത്രത്തിലൂടെ അദ്ദേഹം നൽകുന്ന പാഠം. അതല്ലാതെ ഒരു ഭരണാധികാരിക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ അല്പം ഈത്തപ്പഴമോ മുന്തിരിയോ കൊണ്ടു കൊടുക്കാൻ ധാരാളം ആളുകളുണ്ട്. അതിലും വലിയ ആഗ്രഹങ്ങൾ ജനിക്കാതിരിക്കുന്നതിനാണ് ആ ചെറിയ ആഗ്രഹത്തെ അവിടെ പൂർത്തീകരിക്കപ്പെടാതെ നിലനിർത്തിയത് എന്നാണ് ചരിത്രം. നമ്മളൊക്കെ നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ വിഭവങ്ങളും സൗകര്യങ്ങളും ഒക്കെ അത് നന്നായി കാണുവാനും വർദ്ധിച്ചു കാണുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അത് നമ്മോട് വിലക്കിയിട്ടുമില്ല. നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തിൽ നിന്ന് നീ ധന്യനാണ് എങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ അത് കാണണം. അത് നിന്റെ വസ്ത്രത്തിൽ ഉണ്ടാകണം, നിന്റെ പാർപ്പിടത്തിൽ ഉണ്ടാകണം, നിന്റെ വാഹനത്തിൽ ഉണ്ടാകണം. മിൻ സആദത്തിൽ മർ, ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അവനും മർഅത്തുൻ സ്വാലിഹ,
ഒരു സ്വാലിഹായിട്ടുള്ള അവന്റെ ഇണയാണ്. അതേപോലെ തന്നെ അവന്റെ മസ്കനുൻ വാസിഅ സൗകര്യപ്രദമായ ഒരു ഭവനമാണ്. വമർക്കബുൻ സ്വാലിഹ ഒരു നല്ലൊരു വാഹനമാണ്. അതൊക്കെ ഭൗതിക ജീവിതത്തിന്റെ വിഭവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഭംഗിയോടുകൂടി കഴിയുന്നത് റബ്ബ് ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ്. അവൻ ആ ഭംഗിയെ കാണുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിഅമത്തുകൾ നമ്മളിലൂടെ, നമ്മളുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ പ്രകടമാകണം. പക്ഷെ മനുഷ്യൻ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് അവനവന് യോഗ്യതയില്ലാത്ത ഭൗതിക വിഭവങ്ങളുടെ പെരുപ്പം നടിക്കുന്നതിന് വേണ്ടി അവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം റബ്ബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നേടിയെടുക്കാമെന്നുള്ള വ്യാമോഹത്തിൽ നിന്നാണ്. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മനുഷ്യന്റെ പെരുമ നടിച്ചുകൊണ്ടുള്ള, മറ്റുള്ളവർ ആളുകളുടെ മുമ്പിൽ ആളാകുന്നതിന് വേണ്ടി, പേരിന് വേണ്ടി, സ്റ്റാറ്റസിന് വേണ്ടി, പ്രസക്തിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ ഗർവ് നടിക്കുന്നതിന് വേണ്ടി അവൻ പൊങ്ങച്ചം കാണിക്കുവാൻ അവൻ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. ആ പെരുമ നടിക്കൽ, ആ അഹങ്കാരം നടിക്കൽ, ഗർവ് നടിക്കൽ, അത് നിന്നെ ഖബറിലേക്ക് എത്തിക്കുന്നത് വരെ മാത്രമാണ്. ശേഷം വഴിയെ നീ അറിഞ്ഞുകൊള്ളും, നീ മനസ്സിലാക്കും, അറിയും എന്ന് ആ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയമായ വിഭവങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഒരുക്കി വെച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നാസിയാത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യന്റെ ദേഹേച്ഛകളെ പിടിച്ചു നിർത്തുന്ന, ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്തിക്കൊണ്ട് റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും എന്നുള്ള ആ ഭയപ്പാടോടുകൂടി തന്റെ ആഗ്രഹങ്ങളിൽ നിന്ന്, ആവശ്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുള്ളവരാണ് സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ആർക്കാണ് സ്വർഗം? അത് ഭൂമിയിൽ ഒലുവാഗ്രഹിക്കാത്ത, ഫസാദ് ആഗ്രഹിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും മറ്റുള്ള സൗകര്യങ്ങളും വിഭവങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് എളുപ്പവഴിയാണ് നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കടന്നു ചെന്നിട്ടുണ്ട് എങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. നമ്മളിങ്ങനെ എവിടെ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് അങ്ങനെ ബൈക്കിൽ പോകുന്ന ആളുകൾ നമ്മൾ നോക്കും, ഒന്ന് ലിഫ്റ്റ് കിട്ടിയിരുന്നുവെങ്കിൽ. അപ്പോൾ അവൻ ആഗ്രഹിക്കുകയാണ്, ഒരു ബൈക്ക്, ഒരു ചെറുവാഹനം എനിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന്. കുട്ടികളെയും കൊണ്ട് ബസ്സിൽ കാത്തു നിൽക്കുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് അല്പം അകലെയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു വാഹനം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. ആളുകളുടെ അതേപോലെ നമ്മൾ ചെറിയ വീടുകളിൽ താമസിക്കുമ്പോ, തറവാട്ടിൽ താമസിക്കുന്ന സമയത്ത്, ഇടുങ്ങിയ വീടുകളിൽ വലിയ കുടുംബം താമസിക്കുമ്പോ ഒന്ന് മാറി താമസിക്കണം, അല്പം വിശാലതയുള്ള വീട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ സൗകര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് അനിവാര്യമാണ്, അതുണ്ടാകേണ്ടതാണ്. അതിലൂടെ നമ്മൾ അധ്വാനിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച് റബ്ബിനോട് ചോദിച്ച് നമ്മൾ അതെല്ലാം നേടിയെടുക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ചില എളുപ്പ വഴികൾ, ചില കുറുക്കു വഴികൾ ഇതിനെല്ലാം നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാശത്തിന് ഹേതുവായി തീരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ഇതിനൊക്കെ എളുപ്പമാർഗം? ചെറിയൊരു സർട്ടിഫിക്കറ്റ്, ഒരു പേ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്താൽ, അതല്ലെങ്കിൽ അവിടെ ഒന്ന് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാസത്തിൽ 3000 അല്ലേ, 5000 അല്ലേ, 10,000 അല്ലേ, 8,000 അല്ലേ, അതൊക്കെ നമ്മളെ കൊണ്ട് അടയ്ക്കാൻ സാധിക്കും എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ലോണുകൾക്ക് പിന്നാലെ ഓടുകയാണ്. ഇതൊന്നും നമ്മുടേതല്ല നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്.
നമ്മൾ കാറിന്റെ ചാവി നമ്മൾ എടുത്ത് കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ലക്ഷങ്ങൾ അത് ബാങ്കുകളിൽ ലോൺ ആക്കിക്കൊണ്ട് അത് അത് ഫൈനാൻസിൽ വെച്ചുകൊണ്ട് ഇതേപോലെ EMI അടയ്ക്കുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവന് ഭൗതിക ജീവിതത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം എന്ന് അവൻ കരുതുന്നത്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ആർക്ക് വേണ്ടിയാണോ തന്റെ പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോ ആ പിതാവിന് തന്റെ മക്കൾ ഉപകാരപ്പെടാത്ത, വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി, തന്റെ പിതാക്കൾക്ക് വേണ്ടി മക്കൾ ഉപകാരപ്പെടാത്ത അന്ന് ഓടി അകലുന്ന ദിവസം, വാലിദിഹി ഷൈഅ ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഉറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഉറന്നകും ബില്ലാഹിൽ ഗറൂർ. ആ മഹാവഞ്ചകനായിട്ടുള്ള പിശാചിന്റെ പ്രേരണയാൽ നിങ്ങൾ ആ വഞ്ചനയിൽ പെടരുത്. ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് താക്കീത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അധ്വാനിക്കുന്നതിന് അതിന് നമുക്ക് നിയന്ത്രണം വെച്ചിട്ടില്ല, സമ്പാദിക്കുന്നതിന് നിയന്ത്രണം വെച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിളിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തോടുള്ള ബാധ്യത നിർവഹിച്ചുകൊണ്ട്, റബ്ബിനോടുള്ള ബാധ്യത നിർവഹിച്ചുകൊണ്ട്, നമ്മുടെ കണ്ണുകളോടുള്ള ബാധ്യത നിർവഹിച്ചുകൊണ്ട്, കുടുംബത്തോടുള്ള ബാധ്യത നിർവഹിച്ചുകൊണ്ട്, നമ്മൾക്ക് കടമപ്പെട്ടവരുടെ ആളുകളോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് നമുക്ക് എത്രയും അധ്വാനിക്കാം, എത്രയും സമ്പാദിക്കാം. ആ സമ്പാദ്യങ്ങൾ അതിന് നിശ്ചിതമായ പരിധിയിൽ നമ്മൾ അതിന്റെ വിഭവങ്ങൾ സക്കാത്തായി നാം നൽകേണ്ടതുണ്ട്. ആ സമ്പാദ്യത്തിന് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല. അള്ളാഹു നമ്മോട് അധ്വാനിക്കുവാനും റബ്ബിനോട് പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെടുന്നു. എന്നാൽ അലസന്മാരായിട്ടുള്ളവർ, അധ്വാനിക്കാൻ മടി കാണിക്കുന്നവർ, എളുപ്പത്തിൽ കാര്യങ്ങൾ നേടുന്നതിന്, അതല്ലെങ്കിൽ നമ്മളൊക്കെ അധ്വാനിച്ചിട്ട് എവിടെ എത്താനാ എന്ന് കാര്യം നടക്കാന്, എളുപ്പത്തിൽ കാര്യം നടക്കാൻ വീടിന്റെ ഫൗണ്ടേഷൻ മുതൽ അതിന്റെ അവസാനത്തെ AC വരെ വാങ്ങി വെക്കുന്നത് അതെന്തിലൂടെയാണ്? ലോൺ എടുത്തിട്ടും അത് പണയത്തിൽ വെച്ചിട്ടും അതേപോലെയുള്ള ആ തവണ വ്യവസ്ഥകളിലും ഒക്കെ ആയിട്ട് അതിന് പിന്നാലെ പോകുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആരോടാണ് മത്സരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമാണ് നിങ്ങൾ യുദ്ധത്തിന് പ്രഖ്യാപിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വദറു മാ ബഖിയ മിനർ റിബ, പലിശയിൽ നിന്ന് ഒന്നും നിങ്ങൾ തൊട്ടുപോകരുത്. അതിൽ നിന്ന് പരിപൂർണമായിട്ടും നിങ്ങൾ വിട്ടുനിൽക്കണം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ, ഫഇല്ലം തഫ്അലു, ഇനി നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ, ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നും അവരിതാ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റബ്ബിനോട് യുദ്ധം ചെയ്ത് നമുക്കങ്ങ് വിജയിക്കാം എന്ന് നാം കരുതുന്നുണ്ടോ? നാളെ അന്ത്യദിനത്തിൽ അല്ലാഹു പറയും, നിന്റെ ആയുധമെടുക്ക്. എതിർകക്ഷിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ജീവിതത്തിലും നമുക്ക് യംഹഖുല്ലാഹു റിബ വയുറബ്ബി സദഖാത്ത്, അല്ലാഹു പലിശയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാ നന്മകളെയും തുടച്ചു നീക്കിയിരിക്കുന്നു. ദാനധർമ്മങ്ങളെ അല്ലാഹു വളർത്തുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള നിലനിൽപ്പും ഭൗതിക ജീവിതത്തിലും ആഖിറത്തിലും വലിയ നഷ്ടം കോരിയെടുക്കുന്ന കാര്യമാണ് ഈ പലിശയുമായിട്ടുള്ള ബന്ധം എന്ന് ഓരോരുത്തരും ജീവിക്കാൻ, ഇതൊന്നുമില്ലാതെ നടക്കുകയില്ല എന്ന്, കച്ചവടം നടക്കുകയില്ല, കാര്യങ്ങൾ സാധിക്കുകയില്ല എന്ന് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കണം. പൈശാചിക ബാധ ഏറ്റവനെ പോലെയല്ലാതെ അവൻ എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുകയില്ല. നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സന്ദർഭത്തിൽ അവന് നേരെ നിൽക്കുവാൻ സാധിക്കുകയില്ല. ഭ്രാന്തനെ പോലെ മറിഞ്ഞു വീഴുന്നവരായിരിക്കും. അപസ്മാര രോഗിയെ പോലെ അവൻ
പൊടുന്നനെ വീഴുന്നതായിരിക്കും. മാത്രമല്ല ഭൗതിക ജീവിതത്തിൽ അവന് യംഹഖുല്ലാഹു എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു അവനെ തൊട്ട് തടയുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. അതിന്റെ അടയാളങ്ങൾ നമ്മുടെ മക്കളിൽ പ്രകടമാണ്. വീട്ടിലേക്ക് ചെന്നാൽ ഒരു സമാധാനവും സ്വൈര്യവും നമുക്ക് അല്ലാഹു കാരുണ്യത്തിനും സ്നേഹത്തിനും വേണ്ടി നമുക്ക് സമാധാനം അടയുന്നതിന് വേണ്ടി നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഇണയിൽ ഒരു കാലത്തും നമുക്ക് സമാധാനം ലഭിക്കുകയില്ല. അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും കുടുംബ വഴക്കുകളും പരസ്പരമുള്ള ഒരുമിച്ച് കിടക്കുന്നുണ്ട് എങ്കിലും മനസ്സുകൾ തമ്മിൽ വിദൂരത്തായി കഴിഞ്ഞുകൂടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. എന്തും ആ പണത്തിന്റെ പേരിലുള്ള ആവശ്യങ്ങളുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടമായിരിക്കും. നമുക്ക് നാട് മതിയാവുകയില്ല, GCC കൺട്രീസുകൾ മതിയാവുകയില്ല. അന്ന് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഈ രണ്ടെണ്ണത്തിന് പോറ്റുന്നതിന് വേണ്ടി നമുക്ക് നെട്ടോട്ടം ഓടേണ്ടി വരും. അള്ളാഹുവിന്റെ ഭൂമിയിൽ നമുക്ക് സമയം സ്ഥലം മതിയാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ബർക്കത്ത് അത് തടഞ്ഞു കഴിഞ്ഞാൽ, അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ ഭൂമി നമുക്ക് ഇടുങ്ങിയതായിട്ട് അനുഭവപ്പെടും. എവിടെ ചെന്നാലും അവർക്ക് ഒരു ഊർത്തതിയും അവർക്കൊരു ഉയർച്ചയും ഒരു സമാധാനവും ജീവിതത്തിൽ ലഭിക്കുകയില്ല. 2 വർഷത്തേക്ക് എന്ന് പറഞ്ഞു പോയിട്ട് 28-34 വർഷം കഴിഞ്ഞിട്ടും നാട് പിടിക്കാനോ കുട്ടികളെ നോക്കാനോ അവരുടെ ആ സ്നേഹം അതൊന്ന് ജീവിതത്തിലേക്ക് ലഭിക്കാനോ സൗഭാഗ്യം ലഭിക്കാതെ ജീവിതത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു കാലഘട്ടം വരും. ലാ യുബാലി അൽ മർഉ, ഒരു മനുഷ്യൻ ആലോചിക്കുകയില്ല, ചിന്തിക്കുകയില്ല അവൻ സമ്പാദിക്കുന്നത് അമ്മിൻ ഹലാലിൻ ഔ മിൻ ഹറാമിൻ, അത് അവന്റെ ആവശ്യം നടക്കണം, അത് ഹലാലിലൂടെയാണോ അത് ഹറാമിലൂടെയാണോ എന്നൊന്നുമില്ല. ഇപ്പൊ തൽക്കാലം കാര്യം നേടാൻ എന്തുണ്ട് എളുപ്പമാർഗം? വേഗൊരു വളയെടുത്ത് കഴിച്ചതും അതെടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ തൽക്കാലം കാര്യം നടന്നു. അതിന്റെ വെറുമ്പരായികകൾ അതൊന്നും നമ്മൾ ആലോചിക്കയില്ല. ഇതൊക്കെ എങ്ങനെ അടയ്ക്കുന്ന വിചാരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ആരോഗ്യം നമുക്ക് നൽകണ്ടേ, അതിന് അധ്വാനിക്കാനുള്ള ശേഷി നമുക്ക് നൽകണ്ടേ, അതിനുള്ള ജോലിയും സൗകര്യങ്ങളും നമുക്ക് നൽകണ്ടേ? റബ്ബ് നമുക്ക് നൽകാതെ ഇതൊക്കെ എടുത്തിട്ടുള്ള ആളുകള് അവര് വിചാരിക്കടക്കാന്ന്. ഇവരെ വിട്ടുപോയേക്കുമ്പോഴേ മക്കൾക്ക് ഉണ്ടാവും അസുഖം അല്ലേ? അതേപോലെ തന്നെ കുടുംബത്തിലുണ്ടാവും പ്രശ്നം, പലജാതി പ്രശ്നങ്ങള്, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ആയിട്ട് ജീവിതത്തിന് സ്വസ്ഥത എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല തരുകയില്ല. ജീവിതത്തിന് സമാധാനം നൽകുകയില്ല, അസ്വസ്ഥതകൾ അനുഭവിക്കും. അതുകൊണ്ട് ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സഫലീകരിക്കാം. വലി റബ്ബിക, ആ റബ്ബിനോട് ഫർഅബ്, നമ്മുടെ ആഗ്രഹങ്ങൾ റബ്ബിനോട് പറയുക, റബ്ബിനോട് ആഗ്രഹങ്ങൾ യൻസിലു റബ്ബുന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ 1ാം ആകാശങ്ങളിലേക്ക് ഇറങ്ങി മനുഷ്യരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ദുനിയാവിന്റെ ആവശ്യങ്ങളുണ്ടോ? നിങ്ങൾക്ക് ആഖിറത്തിന്റെ ആവശ്യങ്ങളുണ്ടോ? അതെല്ലാം ഞാൻ നിറവേറ്റി തരാം. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, അതിന്റെ അവസാന സമയത്ത് റബ്ബിനോട് പാപമോചനം തേടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല യുംദിദുകും ബി അംവാലിൻ വ ബനീൻ ഭൗതിക ജീവിതത്തിന്റെ വിഭവങ്ങൾ അതും നിങ്ങൾക്ക് തരാം, ആഖിറത്തും നിങ്ങൾക്ക് തരാം. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടെന്ന രൂപത്തിൽ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഭൗതിക ജീവിതമാണ്, ഇവിടെയുള്ള സൗകര്യങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. നാളെ പരലോകത്ത് അത് പിന്നെ വിരുന്നെടുത്ത് വെച്ച് കാണാം. അതൊക്കെ അങ്ങ് വിദൂരത്താണ്. പരലോകം എന്നുള്ളത് കാണുന്നുണ്ട് എങ്കിൽ അതിനെ നാം അടുത്തായിട്ട് കാണുകയാണ്. റബ്ബിന് അത് അല്ലാഹു നമ്മോട് അടുത്ത് നിൽക്കുന്നതാണ്. അൽ മൗതു മിൻ ശിറാഖി ദഅലിഹി, തന്റെ ആ ചെറുപ്പിന്റെ വാരടിയേക്കാൾ നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഖബറിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് സാധാരണ ഒരു കടം നമ്മൾ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുവരുന്ന മയ്യത്തിനെ കുറിച്ച് ആദ്യം ചോദിക്കുന്നത് അവന്റെ പേരിൽ വല്ല കടവുമുണ്ടോ എന്നാണ്. ഒരിക്കൽ 2 ദീനാർ കടമുണ്ട് എന്ന്, സാധാരണ കടമുണ്ട് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ നമസ്കരിക്കാതെ മാറി നിൽക്കുന്നു. ഒരു സഹാബി അത് ഏറ്റെടുക്കുകയാണ്. ആ സമയത്ത് അങ്ങനെ ആ നമസ്കാരം നിർവഹിക്കപ്പെട്ടു. അതിനുശേഷം ആ മനുഷ്യൻ പള്ളിയിലേക്ക് വരുമ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്നു, അവന്റെ കടം നീ വീട്ടിയോ?
അങ്ങനെ ഏതാണ്ട് 5 വക്തോളം പ്രവാചകൻ ആവർത്തിച്ചു. ഞാൻ കടം വെട്ടി എന്ന് പറഞ്ഞപ്പോ ഇപ്പോഴാണ് ആ മനുഷ്യന്റെ തൊലിക്ക് തണുപ്പ് കിട്ടാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ബർസഖി ലോകത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെ, അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ള ഏറ്റവും സമൂഹൽ മോബിഖാത്ത് മഹാപാപങ്ങൾ, ആ മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്കാണ്. ആ ശിർക്ക് കഴിഞ്ഞാൽ സിഹ്റാണ്. പിന്നെ അഖിലുർ റിബ, പലിശ ഭുജിക്കുക എന്നുള്ളത് സബഉൽ മൂബിഖാത്തിൽ പെട്ടിട്ടുള്ള കാര്യമായിട്ട് എണ്ണിയിട്ട് നമുക്ക് ഒരു വാഹനം വേണമെങ്കിൽ, ഒരു ബൈക്ക് വാങ്ങണമെങ്കിൽ, ഒരു AC വെക്കണമെങ്കിൽ, ഒരു മൊബൈൽ വാങ്ങണമെങ്കിൽ, അതൊന്ന് ഐഫോൺ ആക്കണമെങ്കിൽ, അതേപോലെ തന്നെ വീടുപകരണങ്ങളായ ഉപകരണങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് ഓരോ ബിസിനസ്സുകളിൽ നമ്മൾ കയറിയിറങ്ങുന്നത്, അതിലൊക്കെ ഷെയർ മാർക്കറ്റുകളിലേക്ക് പോകുന്നത്, എല്ലാ കാര്യങ്ങളും ഹറാമിൽ നിന്നുകൊണ്ടാണ് അവന്റെ ഭക്ഷണവും അവന്റെ താമസവും അവന്റെ കുട്ടികൾ പഠിക്കുന്നതും കെട്ടിച്ചയച്ചിട്ടുള്ളതും എഡ്യൂക്കേഷൻ ലോണും ഓരോന്നായിക്കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ മക്കളിൽ നമുക്ക് ബർക്കത്തുണ്ടാകുന്നത്? കെട്ടിച്ചയക്കാൻ ആർഭാടത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി ലക്ഷങ്ങൾ എടുത്തിട്ടുള്ള ആളുകൾ, ലക്ഷങ്ങൾ എടുത്തിട്ടുള്ളവർ, അതിനുവേണ്ടി നാടിൽ മാമാങ്കം നടത്തിയിട്ടുള്ളവർ, അവിടെ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവർ, 4 ദിവസം കഴിഞ്ഞ് കുട്ടി വീട്ടിലിരിക്കുന്നത് അതാരും അറിയാറില്ല എന്നാണ് കരുതുന്നത്. അത് രഹസ്യമായ ഒരു പാട്ടാണ്, അത് രഹസ്യമായ ഒരു പാട്ടാണ്. ഈ രൂപത്തിൽ നമ്മുടെ മക്കളിൽ നമുക്ക് അനുഗ്രഹമില്ല. പഠിക്കാൻ, MA പഠിക്കാൻ, MD പഠിക്കാൻ, അതേപോലെയുള്ള വലിയ വലിയ സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അവസാനം MDMAയുമായിട്ട് തിരിച്ചു വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. മക്കളിൽ യാതൊരു തരത്തിലുള്ള അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നില്ല. ജീവിതത്തിൽ കച്ചവടം തുടങ്ങി ഒന്ന് ഉഷാറാവണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പലതും എടുക്കുന്നത്. 8 വട്ടത്തിൽ പൊട്ടുന്ന അവസ്ഥയിലാണ് നമ്മൾ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള എന്ത് തൊട്ടോ അതെല്ലാം നാട്ടിച്ചുകൊണ്ട്, അതിനെല്ലാം തകർത്തുകൊണ്ടായിരിക്കും നമ്മൾ തൊടുന്നതൊക്കെ അതിന്റെ എല്ലാ നന്മകളും ഇല്ലാതായി പോകുന്ന സാഹചര്യമുണ്ട്. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള സമ്പത്ത് നമ്മുടെ വരുമാനങ്ങളിലുണ്ട്. നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു കാലം വരും ഈ പലിശ അത് വ്യാപകമാകുന്ന ഒരു കാലം വരും. അപ്പോ സഹാബത്ത് ചോദിച്ചു, അല്ലെ എല്ലാവരും ഈ പലിശയുമായിട്ട് ബന്ധപ്പെടുമോ? അവര് പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും അതിന്റെ പൊടി നമ്മുടെ അക്കൗണ്ടിലും, പറയുന്ന എന്റെ അക്കൗണ്ടിലും നമ്മളറിയാതെ എല്ലാവരും സൗകര്യത്തിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ഇതൊക്കെ അതിൽ അറിയാതെ നമ്മുടെ കൈകളും അത് പുരളുന്ന, അതിന്റെ പൊടി പുരളുന്ന കാലമുണ്ടാകുമെന്ന് വളരെ കൃത്യമായി കൊണ്ട് അള്ളാഹുവിന്റെ ശാപമുണ്ട്. അള്ളാഹു ശപിച്ചിരിക്കുന്നു. തിന്നുന്നവനെ മാത്രമല്ല, അത് തിന്നാൻ വെച്ചു കൊടുക്കുന്നവനെയും അതിൽ ഒപ്പിട്ട് കൊടുക്കുകയും സാക്ഷി നിൽക്കുകയും എഴുതുകയും അതിന്റെ ജോലികളിൽ വ്യാപൃതരാകുകയും എല്ലാവരും ആ ശാപത്തിൽ തുല്യരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പലിശക്ക് അതിന് 70-ൽ പരം ശാഖകളുണ്ട് എന്നും ഓരോ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള അതിൽ പലിശയില്ല എന്ന് നമ്മൾ പറഞ്ഞാലും ആളുകള് അതിൽ പണ്ടത്തിന് വേണ്ടി ഭാവിയിൽ പണ്ടം വാങ്ങുന്നതിന് വേണ്ടി ഇപ്പൊ പണം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ റേറ്റ് തന്നാ മതി നേരത്തെ ഡിപ്പോസിറ്റ് ചെയ്യാണ്. അത് അനുവദനീയമല്ല. സ്വർണമാണെങ്കിൽ സ്വർണം അത് അങ്ങനെ തന്നെ മാറ്റുന്ന അതിന് പാടില്ലാത്തതാണ്. പലിശ വരുന്ന രാവിലെ പണം കൊടുത്ത് വൈകുന്നേരം സ്വർണം എടുക്കാൻ പാടില്ല. ഇതിന്റെ ഓരോ ദിവസവും റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നേരത്തെ പണമടച്ച് പിന്നീട് സ്വർണം വാങ്ങുന്ന സമ്പ്രദായങ്ങൾ, അതേപോലെയുള്ള കച്ചവടങ്ങളൊക്കെ പലിശ കച്ചവടങ്ങൾ വ്യാപകമാകുന്ന സന്ദർഭത്തിൽ ഭൗതിക ജീവിതത്തിന്റെ പിന്നാലെ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈ മുസ്ലിം ഉമ്മത്ത് നിന്യമായിത്തീരുമെന്ന് ഭരണാധികാരികളെ കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ രൂപത്തിൽ ഗൗരവകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു സൗകര്യങ്ങളും എനിക്ക് ആവശ്യമില്ല
ഭൗതിക ജീവിതത്തിലെ ഏത് കഷ്ടപ്പാടും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. എനിക്ക് എന്റെ ബർസഖി ലോകത്ത് എനിക്ക് സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടേണ്ടതുണ്ട്. എന്റെ പരലോകത്ത് ഞാൻ ഒറ്റക്കായിരിക്കും. അവിടെ നമ്മെ പ്രേരിപ്പിച്ചിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാവുകയില്ല, നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവുകയില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയോ ആണ് എങ്കിൽ അവരാരും ഉണ്ടാവുകയില്ല. ഓരോരുത്തരും അവനവന്റെ കാര്യമായിട്ട് നോക്കുന്ന ഓരോരുത്തരും അവനവന്റെ പണയത്തിൽ നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് അള്ളാഹ് നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു സൗകര്യങ്ങളും ഒരു ആർഭാടങ്ങളും ഒരു ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ല എന്നുള്ള പ്രഖ്യാപനം നമുക്ക് കണിശമായി കൊണ്ടില്ല എങ്കിൽ ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും ജീവിതത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ നമുക്ക് തുടച്ചു നിൽക്കുകയും ആഖിറത്തിൽ നമ്മെ കാത്ത് അല്ലാഹുവിന്റെ നരകാഗ്നി അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മെ സംബന്ധിച്ചിടത്തോളം വേണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉസീകും ഇയ്യായ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു പരീക്ഷണമായി കൊണ്ടാണ് ഈ ഉമ്മത്തിന് സമ്പത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളുമൊക്കെ നമുക്കൊരു പരീക്ഷണമാണ്. മനുഷ്യൻ റബ്ബിനോട് നന്ദി കെട്ടവനായി തീരുവാനുള്ള കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിരയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ആ സമ്പത്തിനോടുള്ള മനുഷ്യന്റെ അമിതമായ താല്പര്യം, അതാണ് അവന്റെ റബ്ബിനോട് അവൻ നന്ദി കെട്ടവനായി തീർന്നത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ രൂപത്തിൽ നമ്മെ ഇവിടെ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങൾ ആ സ്വർഗം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, ആ പരീക്ഷണങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ ഇട്ടുകൊടുക്കുന്നത് അം ഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അൻ തദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ വെറുതെ അങ്ങ് പ്രവേശിക്കാമെന്ന്. ശക്തമായ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ. ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നില്ല. ലാ അഖ്ശാ അലൈക്കുമുൽ ഫഖ്റ, ദാരിദ്ര്യമല്ല ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നത്. വലാകിൻ അഖ്ശാ അലൈക്കും മൻ യുഫ്തഹ ലഹുമുദ് ദുനിയ, ദുനിയാവ് നിങ്ങൾക്ക് തുറന്നു തരുന്നതിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നത് എന്ന്. ഭൗതിക ജീവിതത്തിന്റെ എന്തെല്ലാം വിഭവങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഇവിടെ ഇട്ടേച്ചു പോകാനുള്ളതാണ്. അതൊക്കെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അതൊക്കെ തന്റെ 4 ദിവസം കഴിഞ്ഞ് ഓരോരുത്തരും വട്ടത്തിൽ ഇരുന്ന് നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ടോ അതെല്ലാം ഓരോ ഓതിവാകം ചെയ്ത് ഓരോരുത്തരും കൈക്കലാക്കും. അല്ലെങ്കിൽ അതിനുവേണ്ടി കലഹിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വാഹനങ്ങളും നമ്മുടെ വീടും നമ്മുടെ സൗകര്യങ്ങളും നാമായിട്ട് വാങ്ങിക്കൂട്ടിയതും ഇല്ലേ. എന്നാൽ നമുക്ക് കടമുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ബാധ്യതയാണ്. അപ്പൊ ഇതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി അവനവനെ കൊണ്ടാകുന്ന രൂപത്തിൽ മഹാന്മാരുടെയൊക്കെ ജീവിതത്തെ അവർ കണ്ടിരുന്നത്. ഖാറൂനിനോട് പറയുന്നുണ്ട്, ഭൗതിക ജീവിതത്തിന്റെ എല്ലാ വിഭവങ്ങളും നൽകി അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഒരു ബനൂ ഇസ്രായേലിൽ പെട്ടിട്ടുള്ള ഫിർഔന വ ഹാമാന വ ഖാറൂൻ, അവനോട് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഫബ്തഗി ഫിമാ അതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ.
ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓരോ വിഭവങ്ങൾ ഉപയോഗിച്ച് ആഖിറത്തിലുള്ളത് നിങ്ങൾ നേടിയെടുക്കുക. ദുനിയാവിന്റെ ഒന്നും മറക്കുകയും വേണ്ട, ഒക്കെ വേണം. എല്ലാ സൗകര്യത്തിന് നമുക്ക് ആവശ്യമാണ്. അവനവനെ കൊണ്ടാകുമെങ്കിൽ മാത്രം, അവനവനെ കൊണ്ടാകുമെങ്കിൽ മാത്രം. മറ്റുള്ളവരിലേക്ക് ഉന്തുറു ഇലാമഹു അസ്ഫല മിൻകും ഫലാ തൻദുറു ഇലാമഹു ഫൗഖക്കും. നിങ്ങളെക്കാളും മുകളിലുള്ള ആളുകളിലേക്ക്, വലിയ സൗകര്യത്തിൽ ജീവിക്കുന്നവരിലേക്ക് നിങ്ങൾ നോക്കല്ലേ. താഴെ കഷ്ടപ്പെടുന്ന ആളുകളിലേക്ക്, പ്രയാസപ്പെടുന്നതിലേക്ക് നോക്ക്. അപ്പോഴേ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങ് വെറുതെ ഇങ്ങനെ സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നടക്കാൻ പോലും സാധിക്കാതെ എഴിഞ്ഞു നീങ്ങുന്ന, കണ്ണ് കാണാത്ത, വൈകല്യമുള്ള ആളുകളിലേക്ക് നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാകും, പടച്ചോന് എനിക്ക് സ്വന്തമായിട്ട് നടക്കാനുള്ള സൗകര്യം റബ്ബ് നൽകിയിട്ടില്ലെന്ന്. അങ്ങനെ സൗകര്യങ്ങളൊക്കെ നമ്മ ആണുങ്ങളെക്കാളും പെണ്ണുങ്ങളെ ദീന് പഠിപ്പിക്കണം. നാഖിസാത്തുൽ അഖ്ലി വദ്ദീൻ എന്നാണ്. ദീനും കുറവാണ്, ബുദ്ധിയും കുറവാണ്. എന്തെങ്കിലും ഓഫർ ഉണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് അങ്ങോട്ട് ചാടി വീഴും. ആ രൂപത്തിലാണ്. ഒന്നിന് 25 റുപ്യ എന്ന് പറഞ്ഞാൽ വാങ്ങൂല, 4 എണ്ണത്തിന് 100 എന്ന് പറഞ്ഞാൽ വാങ്ങും, ഓഫറാന്ന് പറയും. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ചിന്തിക്കാത്ത രൂപത്തിൽ ഇതിനെ കുറിച്ചൊന്നും, ഇതിന്റെ അവനവന്റെ ആരോഗ്യത്തെ കുറിച്ചോ നമ്മുടെ ആയുസ്സിനെ കുറിച്ചോ ഒന്നും യാതൊരു ബോധവും ഇല്ലാത്ത രൂപത്തിലുള്ള ജീവിതം നമ്മെ നശിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ അമ്മദയ്ക്ക ഒരു വലിയൊരു ഓപ്പറേഷൻ ഇന്നലെ നടന്നതാണ്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള. നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഒരു ടെസ്റ്റ് അത് അയച്ചതാണ്. അതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പം വന്ന് ചേരുവാനും പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാകുവാനുള്ള ആരോഗ്യവും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ കുടുംബത്തിനും അല്ലാഹു മനസ്സമാധാനം നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. പരീക്ഷണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ള വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് അതിനെ നേരിടുവാനുള്ള കരുത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, അവരുടെ ബർസഖി ലോകം നന്നാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മെയും ഒക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുകയും അവരിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ അല്ലാഹു പുട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഹീന ബിൽ കിതാബി വസ്സുന്ന